ഇന്നലെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട്, നമ്മുടെ ചിന്ത അത് ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഉയരത്തിലുള്ളത് കാര്യങ്ങളിൽ സെറ്റ് ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുക. കാരണം ഒരു വ്യക്തിയുടെ പ്രവൃത്തിയെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് ആ വ്യക്തിയുടെ ചിന്തയാണ്. ആത്മാവിൽ നമ്മളിന്ന് രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. എന്നാൽ നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ പ്രവർത്തനം ഇന്ന് നടക്കുന്നതേ ഉള്ളൂ. അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. സകല വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായത്തോടുകൂടെ നമ്മുടെ ഫ്രീ വില്ലും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ദൈനംദിനം രൂപാന്തരപ്പെടുന്നവരായി, എല്ലാം ഒറ്റയടിക്ക് പെർഫെക്റ്റായി തീർന്നു എന്നുള്ള ഒരു നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ടുള്ള നമ്മുടെ പോക്കിൽ ക്രമേണ ആണ് പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ ഇന്നേ വരെ ചെയ്തത് തെറ്റായിരുന്നു, അത് ശരിയായിട്ടുള്ള ആറ്റിറ്റ്യൂഡോടെ അല്ല, ശരിയായ രീതിയിലല്ല നിർവഹിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അതിനെ സംബന്ധിച്ച് പല കാര്യങ്ങൾ മരിപ്പിക്കാനും ഉരിഞ്ഞു കളയാനും ഒക്കെ ഉള്ള ആത്മീയ അധികാരം ലഭിച്ചവരായിട്ട്, ആത്മീയമായിട്ട് അതിനുള്ള ശക്തി ക്രിസ്തുവിൽ പ്രാപിച്ചവരായിട്ട്, പാപത്തെ ജയിക്കാനുള്ള ശക്തി ക്രിസ്തുവിൽ നിന്ന് അവന് പരിശുദ്ധാത്മ നിറവിനാൽ പ്രാപിച്ചവരായിട്ട് നമുക്ക് ആ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുമ്പോൾ ആ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തോട് ചേർന്ന് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാനും നമ്മുടെ ജീവിതത്തിൽ സാധിക്കും എന്ന് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നു. വളരെ വിശേഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ക്രൂശിൽ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് പരസ്യമായ കാഴ്ചയാക്കി ജയോത്സവം കൊണ്ടാടി, അങ്ങനെ ഒരു സമയത്ത് നമ്മളെ ചൂഴ്ന്നു നിന്നിരുന്ന, നമ്മുടെ മേൽ അധികാരം എടുത്തിരുന്ന ആ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഒക്കെയുള്ള വിടുതൽ കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് പ്രദാനം ചെയ്തു. അതുകൊണ്ട് ഏത് വിശ്വാസിക്കും മനസാക്ഷിയിൽ ഒരു കുത്തുമില്ലാതെ, മനസാക്ഷിയിൽ ഒരു പ്രയാസവുമില്ലാതെ ക്രിസ്തുവിൽ ഉള്ള ആ വിജയം, ക്രിസ്തു ക്രൂശിൽ നടത്തിയ ആ വിജയം തങ്ങളുടെ ജീവിതത്തിലും ആ വിജയം പ്രതീക്ഷിക്കാനും അതിനുവേണ്ടി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്നലെ നമ്മൾ വിശദമായിട്ട് ക്ഷമിക്കുന്നതിനെ പറ്റിയും ഒക്കെ നമ്മൾ ചിന്തിച്ചു. തുടർന്ന് ബിജോ ബ്രദറും അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു. കാരണം വളരെ എനിക്കിഷ്ടപ്പെട്ട ആ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു. ഈ ഒരു പരിജ്ഞാനം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, അത് നമ്മുടെ ഉള്ളിലൊരു വെളിപ്പാടായിട്ട് തീരുമ്പോൾ, അത് കേവലം ഇപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ ജീവിതത്തിലുള്ള ജഡത്തിലുള്ള കുറവ് കാണുന്നതിനേക്കാളും കൂടുതൽ അവരിലുള്ള ക്രിസ്തുവിനെ കാണാനും, അവനും ക്രിസ്തുവിനെ സ്വീകരിച്ചവനും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെ ക്രിസ്തു അവൻ്റെ ജീവിതത്തിലും കടന്നു വന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കുറവുകളുള്ളതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിലും ചില കുറവുകളുണ്ട്. എന്നാൽ കൂട്ടായ്മ ഈ കുറവും തമ്മിലല്ല കൂട്ടായ്മ. അദ്ദേഹത്തിലുള്ള ക്രിസ്തുവും എന്നിലുള്ള ക്രിസ്തുവും, അല്ലെങ്കിൽ ആ ഒരു പുതുമനുഷ്യനിലാണ് നമുക്ക് കൂട്ടായ്മയുള്ളത് എന്ന് മനസ്സിലാക്കാനും, ഇന്നലെ ഒന്നുകൂടെ എനിക്കത് വളരെ ഒരു എൻകറേജ്മെൻ്റായിട്ട് തീരാനും ഇടയായി തീർന്നു. ഇതൊക്കെ പ്രസംഗിക്കുമ്പോഴും ഈ ശുശ്രൂഷയാൽ നമുക്കൊക്കെ പരസ്പരം പ്രയോജനപ്പെടുന്നു എന്നുള്ളൊരു സത്യം കൂടെ ഞാനത് മനസ്സിലാക്കാനും, എൻ്റെ ജീവിതത്തിലും വളരെ ഈ ആശയങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനായതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ഗുണവും ദോഷവും ഒക്കെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളല്ലോ. അപ്പോൾ അത്തരമുള്ള പല സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിലും ഈ ക്ഷമിക്കുക എന്നുള്ള വിഷയം, ദീർഘക്ഷമ, സൗമ്യത എന്നിവ ധരിച്ചുകൊണ്ട് എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണ ബന്ധമായ സ്നേഹം ധരിക്കാൻ തക്കവണ്ണം നമ്മളിന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമുക്കറിയാം, പരിശുദ്ധാത്മ നിറവിൻ്റെ ഒരു അനുഭവമായിട്ടാണ് എഫേസ്യർ എഴുതുന്ന ലേഖനത്തിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ ഒരു തത്വശാസ്ത്രത്തിൻ്റെ
ഒരു പശ്ചാത്തലം ഉള്ള അവരോട് പറയുകയാണ്, ഇങ്ങനെ ഓരോ തത്വജ്ഞാനികൾ പറയുന്ന അടിസ്ഥാനമില്ലാത്ത അന്ധകാരത്തിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ ഒരു കറുത്ത പൂച്ചയെ തപ്പുന്ന അവിടെ ആക്ച്വലി ഇല്ലാത്ത ഒരു കറുത്ത പൂച്ചയെ തപ്പുന്ന പോലുള്ള പരിപാടികളൊന്നും നിങ്ങൾ ചെയ്യണ്ട. അത് യഥാർത്ഥമായും നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വാസവും ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ തക്കവണ്ണം പര്യാപ്തമായ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയപ്പെടണം. ആ വചനം ഐശ്വര്യമായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അതിനുള്ള സാധ്യതയും അതിനുള്ള അവസരവുമാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത്. അങ്ങനെ ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച് കഴിയുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ ഉണ്ടാക്കേണ്ട രൂപാന്തരം ഉണ്ടാക്കുകയും നിങ്ങളിൽ ഉണ്ടാക്കേണ്ട മാറ്റം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മുടെ എബ്രായർക്ക് എഴുതുന്ന ലേഖനം 4:12 തുടങ്ങിയ ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ അന്ന് തന്നെ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്ന കാര്യമാണ്. ഒരു വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അവരിൽ വസിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തുമാത്രമുണ്ടെന്ന്. കാരണം നമ്മളിൽ എന്തെങ്കിലും നിലയിലുള്ള ഒരു രൂപാന്തരം ദൈവം വരുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് തൻ്റെ വചനത്തിലൂടെയാണ് ദൈവം അത് വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന അവരുടെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ഉത്സാഹിക്കുക എന്ന് പറയുന്ന ഭാഗം, നമുക്ക് ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ, നമ്മുടെ തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപുരോഹിതനും ഇരുവായ്ത്തിലുള്ള വാളായിട്ടുള്ള ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കാൻ തുളച്ചു ചെല്ലുന്നതുമായിട്ടുള്ള വചനം നമുക്കുള്ളതുകൊണ്ട് അതിധൈര്യത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാനും ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള ആ അവസരം നമുക്ക് ഉപയോഗിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായിട്ട് തീരും എന്ന് നമ്മളവിടെ ചിന്തിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ഉള്ള അനുഭവം, അല്ലെങ്കിൽ പല പല വിവാദങ്ങളോ പല ഒരുത്തനോട് ഞാൻ എങ്ങനെ ഉത്തരം പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പല നിലയിലുള്ള പൊളിറ്റിക്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മനുഷ്യരോടുള്ള വിദ്വേഷമോ വൈരാഗ്യമോ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഏതെങ്കിലും റിസെൻമെൻസോ ഇതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കാനായിട്ട് ഇടയായി തീരാതെ ദൈവവചനം ധ്യാനിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു മാനസികാവസ്ഥയിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ എപ്പോഴും ആയിരിക്കേണ്ടത് ആവശ്യമാണ്. വചനത്തെ ഹൃദയത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് കളയുന്ന നിലയിലുള്ള ഏതെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അത് ദൈവഹിതപ്രകാരമുള്ളതല്ലെന്നും അത്തരം മാനസികാനുഭവങ്ങളിൽ നിന്ന് ദൈവകൃപയാൽ പ്രാർത്ഥനയാൽ അതിൽ നിന്ന് പുറത്തു വരേണ്ടതും വളരെ ആവശ്യമാണ്. കാരണം ഇത്തരം വിവാദങ്ങളോ വാശിയോ വൈരാഗ്യമോ ഒന്നുമല്ല നമ്മുടെ മനസ്സിനെ ഭരിക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ ഭരിക്കേണ്ടത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം, അത് നമ്മുടെ മനസ്സിനെ ഭരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതെത്ര പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ ആലോചിക്കുക. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, 1-ാം നൂറ്റാണ്ടിൽ നമ്മളിന്ന് നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന പോലുള്ള പല വേർഷൻസ് ബൈബിളൊന്നും അന്ന് ഇല്ലായിരുന്നു. അന്ന് ഓറലായിട്ടായിരുന്നു ഈ വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നോക്കി, ഞാൻ തന്നെ ഇപ്പം ഇന്നലെ വൈകുന്നേരം ഞാനിതൊന്നും ധ്യാനിച്ചു കഴിഞ്ഞ് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ ചില ഭാഗം മറന്നുപോയി, പിന്നെയും എടുത്ത് ധ്യാനിച്ചു. ഒരു ബൈബിൾ ഉള്ളത് കൊണ്ടല്ലേ എനിക്കത് സാധിക്കുന്നത്. എന്നാൽ അന്ന് ഓറൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ വായിലൂടെ പറഞ്ഞ് അറിയിക്കുന്ന നിലയിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതികളൊക്കെ ചുരുക്കമാണ്. സഭയിൽ വരുമ്പോഴൊക്കെയാണ് അത് കേൾക്കാനായിട്ട് കഴിയുന്നത്, ലേഖനങ്ങളുടെയൊക്കെ. അത്തരമൊരു സാഹചര്യത്തിൽ എന്തുമാത്രം പ്രാധാന്യമായിരുന്നു വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അനുഭവം. അപ്പം അന്നത്തെ പല സംഗതികളും തിമത്യോസിന് എഴുതുന്ന ലേഖനത്തിൽ, പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പല ഭാഗങ്ങളിൽ 1-ാം നൂറ്റാണ്ടിൽ പാടിക്കൊണ്ടിരുന്ന പല പാട്ടുകളും ഗദ്യരൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പലതും നാം വിശ്വസ്തരായി പാർക്കുന്നുവെങ്കിൽ അവനും വിശ്വസ്തരാനും, നാം തള്ളിപ്പറയുമെങ്കിൽ അവനും തള്ളിപ്പറയും. അതുപോലെ ഈ ഭാഗത്തുള്ള ചില ഭാഗങ്ങൾ ഇതൊക്കെ ഈ ക്രിസ്റ്റോളജിക്കലായിട്ട് നമ്മൾ 1-ാം ഭാഗത്ത് ചിന്തിച്ചത് ഇതൊക്കെ ആ കാലത്തുണ്ടായിരുന്ന സ്ക്രിപ്ചർ ഇൻ സോങ്സ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. അങ്ങനെ ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്, സ്ക്രിപ്ചർ ഇൻ സോങ്സ് എന്ന് പറയുന്ന പോലുള്ള രീതിയിലായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ ഈ പ്രധാനപ്പെട്ട ഡോക്ട്രിൻസൊക്കെ. ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു, ഇതൊക്കെ അന്ന് ഉണ്ടായിരുന്ന ചില ഗാനങ്ങളായിരുന്നു എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു. അതിന് സാധ്യതയും കൂടുതലാണ്. കാരണം ഇത്തരം ഗാനങ്ങളിലൂടെയാണ് ഈ വചനത്തെ അത്തരം ഗാനങ്ങളാക്കി അത് പലരിലേക്ക് എത്തിക്കുകയും ഈ വിശ്വാസ സത്യങ്ങൾ ഈ ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെടത്തക്കവണ്ണം അത് ഇടയാക്കുകയും ചെയ്തത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ഹൃദയങ്ങളിൽ നന്ദിയോടുകൂടെ കർത്താവിന് പാടിയും ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ
പിന്നെ ദൈവഹിതം എന്താണെന്നോ ദൈവഹിതത്തിൽ നടക്കുന്നത് എന്താണെന്നോ ഒരു വിശ്വാസി ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം വചനം നമ്മളിൽ വസിക്കുകയും വചനം നമ്മളെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതുതന്നെ ഒരു പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവം എന്ന് നമുക്കറിയാനും ആ ദൈവാത്മാവ് തന്നെ നമ്മളെ പല ദൈവീക സത്യങ്ങളിലേക്കും വഴി നടത്തുകയും നമ്മുടെ ചിന്തകളെയും ഭാവങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുകയും ചെയ്യും എന്ന് നമുക്കറിയാനായിട്ട് കഴിയും. അപ്പം ആ വാക്യം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പറയപ്പെട്ട ആ വാക്യം ഓർത്ത്. കാരണം ഇത് പ്രത്യേകിച്ച് നമ്മൾ ഇവർക്ക് അല്ലെങ്കിൽ ഈ നോസ്റ്റിസിസം എന്ന് പറയുന്ന ജ്ഞാനമതത്തിൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ നമ്മളതൊന്ന് ചിന്തിച്ച് നോക്കുമ്പോഴാണ് അവരുടെ ഫിലോസഫി ഒന്നുമല്ല മനസ്സിൽ വെക്കേണ്ടത്. ചില ഫിലോസഫി ഒക്കെ കേട്ട് കഴിയുമ്പം നമ്മുടെ ബുദ്ധി അതൊന്ന് തൽക്കാലത്തേക്ക് എൻലൈറ്റൻ ചെയ്യും. ചില ആശയങ്ങൾ, ചില പ്രോവർബുകൾ, അതങ്ങനെയല്ല ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ചില കവിതകളൊക്കെ കേട്ട് കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ അതൊന്ന് സന്തോഷിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ആത്മാവിലൊരു വ്യതിയാനം വരുത്താനായിട്ട് ഇത്തരം ആശയങ്ങൾക്ക് കഴിയത്തില്ല. ആത്മാവിൽ വ്യതിയാനം വരുത്താനായിട്ട് ആത്മാവിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ ഇരുവായ്ത്തിലുള്ള വാളായിട്ടുള്ള ഈ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവിക വെളിപ്പാടുകൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടൊരു ദൈവ പൈതൽ ഹൃദയത്തിൽ അവൻ വചനം സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഇന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പ്രവേശിക്കാനായിട്ടും മാത്രമല്ല എല്ലാറ്റിനും സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പിൻ എന്നുള്ളത് സംതൃപ്തിയുടെയും ദൈവഹിതത്തിൽ നിൽക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ പൂർണ്ണമായും ദൈവസന്നിധിയിൽ ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ ഒരു ആരോഗ്യകരമായ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൻ്റെയും ഒക്കെ ഒരു തെളിവ് ഈ സന്തോഷത്തോടെ ഉള്ള സ്തോത്രമെന്ന് സകലത്തിനും എല്ലാറ്റിനും അവൻ്റെ നാമത്തിൽ ചെയ്തും എല്ലാറ്റിനും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇരിപ്പിൻ എന്നുള്ളത് ഒരു ആഴമായ ആത്മീയ അനുഭവം തന്നെയാണ്. അല്ലാതെ നമ്മളിങ്ങനെ പലപ്പോഴും ചറപറ എന്ന് പറയുന്ന പോലുള്ള സ്തോത്രമല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു ആഴമായ ആത്മീയ അനുഭവത്തിൽ നിന്ന് ഡീപ്പായിട്ടുള്ള ഒരു കൺവിക്ഷനിൽ നിന്ന് ഡീപ്പായിട്ടുള്ള ഒരു തിരിച്ചറിയലിൽ നിന്ന് ദൈവസന്നിധിയിൽ ഉതിരുന്ന ആ സ്തോത്രങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. നോക്കിയാട്ടെ കുടുംബജീവിതം. കാരണം ഇന്നലെ നമ്മൾ ചിന്തിച്ചു പിശാച് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? പിശാച് നമ്മുടെ വ്യക്തിബന്ധങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് വിശ്വാസികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ സഭാജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടുവരാനും ഒരാളോട് തെറ്റിക്കാനും മാനസികമായിട്ട് അകന്നിരിക്കാനും ഇനി ഞാൻ അവൻ്റെ നന്മയിലും തിന്മയിലും ഒന്നും ഇടപെടാൻ പോകുന്നില്ല എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കാനും പലപ്പോഴും നമുക്ക് ഇടയായിത്തീരും. നമ്മുടെ ക്ലബ് ഹൗസ് വേദികളിൽ തന്നെ അത്തരം വിവാദങ്ങളും പരിപാടികളും ഇന്നിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം പല സ്ഥലങ്ങളിലും എതിർക്കാനുള്ള ശക്തി വ്യക്തികൾ കുറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ദൈവമക്കൾ തമ്മിൽ തന്നെ തുടങ്ങിയേക്കുകയാണ് എന്നുള്ളൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. പല സമയത്തും അവിടെ പോയി ചില സമയങ്ങൾ ഇരുന്ന് കഴിയുമ്പം നമ്മുടെ ഹൃദയം കൂടുതൽ ഡ്രൈ ആകുന്നതല്ലാതെ ഒരു ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്ന ഒരു അനുഭവം പല റൂമുകളിലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിട്ട് പറയേണ്ട ഒരു അനുഭവമായിട്ട് തീർന്നു. അതിൽ ഉള്ള ചില പ്രിയപ്പെട്ടവരൊക്കെ പങ്കെടുക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതുമായ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെയും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഈ നിലയിൽ ചെലവഴിക്കുന്ന സമയം അത് ആത്മീയ വർധനയ്ക്കും ഏതെങ്കിലും നിലയിലുള്ള ആത്മീയ പ്രയോജനത്തിനും ക്രിസ്തുവിലോട്ട് ഒരു വ്യക്തി അടുപ്പിക്കുന്നതിനും അത് ഇടയായിട്ട് തീരട്ടെ. നമ്മൾ പരസ്പരം വിഴുപ്പരക്കുന്ന ഒരു വേദികളായി നമ്മുടെ വിശ്വാസികളുടെ റൂമുകളും വേദികളും തീരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. കർത്താവ് നിൻ്റെ ഭക്തന്മാരെ ഐക്യതയോടെയും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ആ കാരണത്തിന് വേണ്ടി ഏക മനസ്സോടെ ഏകാത്മാവിൽ നിലനിൽക്കാനായിട്ട് ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നമുക്കറിയാം ഒരു കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഘടകമാണ്. ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പം അതിൻ്റെ തന്മാത്ര അതിൻ്റെ ഏറ്റവും ചെറിയൊരു ഘടകം എന്ന് പറയുന്നത് പോലെ ആ പദാർത്ഥത്തിൻ്റെ ഗുണം ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ ഘടകമാണ് തന്മാത്ര എന്ന തന്മാത്രയെക്കുറിച്ച് മോളിക്യൂളിനെ കുറിച്ച് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ പറയുകയാണ്. ഒരു സമൂഹത്തിലുള്ള പല കാര്യങ്ങളുടെയും ഒരു ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും മിനിമം ഇതെന്ന് പറയത്തക്കവണ്ണമുള്ള യൂണിറ്റ് എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു സംഗതിയാണ് ഒരു കുടുംബം എന്നുള്ളതും. ഈ കുടുംബം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും ഒരു കുടുംബം കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞാൽ സമൂഹത്തെ തന്നെ തകർത്ത് കളയാൻ അതിന് സാധ്യതയുണ്ടെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.
നമ്മൾ വിചാരിക്കും ഞാനും എൻ്റെ മക്കളും 2 മക്കളും ഭാര്യയും പ്രായമായ മാതാപിതാക്കളും ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് എന്നൊക്കെ വിചാരിക്കാം. എന്നാൽ നമ്മുടെ ഈ കുടുംബം എന്നുള്ള നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും ചേർന്നുള്ള ഈ കുടുംബം എന്ന് പറയുന്ന ഈ സംവിധാനം ഈ സമൂഹത്തിൽ എന്തുമാത്രം ഡീപ്പ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിവുള്ളതാണെന്നും എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം നമ്മളെ അങ്ങനെ ആക്കി വെച്ചതിന് ദൈവത്തിന് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, കർത്താവിൻ്റെ വേലയെ സംബന്ധിച്ചിടത്തോളം, സുവിശേഷീകരണത്തോടെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങൾ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഞാൻ പ്രത്യേകം കണ്ടിട്ടുണ്ട് ദൈവദാസന്മാരുടെയും ദൈവഭക്തന്മാരുടെയും കുടുംബങ്ങളെ തകർത്ത് കളയുന്നതിൽ പിശാചിന് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ പലപ്പോഴും കാണാനും, പല തകർന്ന കുടുംബജീവിതങ്ങളുള്ള ദൈവദാസന്മാരെ തന്നെ, ദൈവത്തിൻ്റെ വേലക്കാരെ തന്നെ കാണാനും ഇടയായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും അതിൻ്റേതായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കാറുമുണ്ട്. ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, ഈ ക്ലബ് ഹൗസിൽ തന്നെ നമ്മൾ എഫേസ്യ ലേഖനം പഠിച്ചപ്പം കുറച്ച് കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയാനിടയായി തീർന്നു. അപ്പം തന്നെ ഞാൻ അന്ന് അനുഭവിച്ച കാര്യങ്ങൾ എവിടുന്ന് അന്ന് അറിയത്തില്ല, എൻ്റെ കുടുംബജീവിതത്തിൽ തന്നെ ചില സമ്മർദ്ദങ്ങൾ ഞാൻ അനുഭവിക്കാനിടയായി തീർന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് വേറൊരു ദൈവദാസൻ എന്നെ വിളിച്ച്, ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് എവിടെ നിന്നോ കേട്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, എടാ നീ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചു. എനിക്ക് ഒരു 56 വയസ്സുണ്ട്, മക്കളുണ്ട്, ഇതൊക്കെ ഉണ്ട്, ഇനിയെങ്കിലും ഇച്ചിരി പ്രസംഗിച്ചേക്കാം എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പം ചോദിച്ചേടാ നീ പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവിച്ചോ? കാരണം ഇത് പ്രസംഗിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാ പാസ്റ്റർ, എൻ്റെ ജീവിതത്തിലും അത് പ്രസംഗിച്ച ദിവസങ്ങളിൽ ചില സമ്മർദ്ദങ്ങളിലൂടെ ഞാനും കടന്നുപോയി എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. കാരണം പിശാച് വളരെ ഇൻട്രസ്റ്റ് വെച്ചേക്കുന്ന, വളരെ ലക്ഷ്യം വെച്ചേക്കുന്ന ഒരു കാര്യമാണ് ദൈവഭക്തന്മാരുടെയും ദൈവമക്കളുടെയും കുടുംബജീവിതം എന്ന് നമ്മൾ ഓർക്കുകയും, നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, ഒരുമിച്ച് താമസിക്കുന്നു, അവളെൻ്റെ കൂടെ നടന്നോളൂ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ അവർ എന്തായാലും ഞാൻ അവർക്ക് കഞ്ഞിക്ക് വക കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോളും എന്നുള്ള ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നിലയിലുള്ള ഒരു ചിന്താഗതിയോടുകൂടെ നമ്മൾ ഈ വ്യക്തിബന്ധങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് പലപ്പോഴും പിശാച് അതിനെ താറുമാറാക്കി കഴിഞ്ഞിട്ട് പല സമയത്തും നമ്മളത് അറിയത്തുള്ളൂ. നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു കുഴപ്പമില്ല, രാവിലത്തെ പോലെ എഴുന്നേൽക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ചായ തരുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ കടന്ന്, നമ്മൾ എബ്രായ ലേഖനത്തിൽ പഠിച്ചതുപോലെ ഒരു കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അസാരം പുളിമാവ് പിണ്ടത്തം മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ കടന്നു വന്നിട്ട് അതൊരു വലിയ പർവ്വത സമാനമായ ഒരു പ്രശ്നമായിട്ട് തീരാനായിട്ട് അധിക സമയം വേണ്ട എന്നുള്ളത് കൊണ്ടും, നമ്മുടെ ബന്ധങ്ങളിൽ പിശാച് പ്രവർത്തിക്കാതെ വണ്ണം നമ്മളുടെ ബന്ധങ്ങളിൽ ഈ സ്നേഹം ഊട്ടി ഉറപ്പിക്കാനും നമ്മളുടെ കരുതൽ ഊട്ടി ഉറപ്പിക്കാനും, നമ്മളാ ബന്ധത്തിൽ നമ്മൾ ചെയ്യാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തോടെയും അതിൻ്റെ ഗൗരവത്തോടെയും കൂടെ നമ്മൾ ചെയ്യുന്നവരായിട്ടും ആ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നവരായിട്ടും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ അല്ല എങ്കിൽ അത് ശത്രു അവിടെ പല നിലയിലുള്ള കളകൾ വിതച്ചേക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അങ്ങനെ കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കാരണം പരസ്പരം മിണ്ടാൻ സമയമില്ല, പരസ്പരം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, പരസ്പരം സംസാരിക്കാൻ സമയമില്ല. ഇനിയിപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കുന്നതാണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളോടുകൂടെ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. കുഞ്ഞുങ്ങളോടുകൂടെ സമയം ചെലവഴിക്കണമെന്ന് മാതാപിതാക്കന്മാർ വിചാരിച്ചാലും നിങ്ങൾ പറയുന്നത് എന്തോ കേൾക്കാനാണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ള മട്ടിന് മാതാപിതാക്കന്മാർ പൊളിക്കുന്നതിന് മുന്നേ തന്നെ അതിനെ റിജക്റ്റ് ചെയ്ത് കടന്നു പോകുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ കഴിയും. ഇത്രമാത്രം സങ്കീർണമായ ഒരു അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എൻ്റെ തലമുറയെ കാത്തുകൊള്ളണമേ എന്ന് ദൈവസന്നിധിയിൽ കരയാനല്ലാതെ നമുക്ക് പലപ്പോഴും പലതും സാധിക്കാറില്ല. ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം എൻ്റെ മകനോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് ചില ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി, അവൻ എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, ഒരേ മേൽക്കൂടെ കീഴേ ഞാൻ ഇരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, പറയാനായിട്ട് ഒരു വാക്ക് മതി, എന്നാൽ ഈ പറയുന്നത് എന്താ മോനെ അർത്ഥമാക്കുന്നതെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അത് ഇച്ചിരി സമയമെടുത്തു. കാരണം സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ തെറ്റുകാർ എന്നുള്ള നിലയിൽ പറയും. എന്താണ് മോനെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ശാന്തമായി കേൾക്ക് മോനെ എന്ന് പറഞ്ഞ് കേൾപ്പിക്കാനായിട്ട് അത് ഇച്ചിരി സമയമെടുത്തു. എന്നാൽ അത് പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ശരിയാ അപ്പ,
ശരിയാ, അത് ആ കാര്യം ശരിയാ. അപ്പോൾ ഈ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നേക്കുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് മറ്റു പല ഉപദേശങ്ങളും മറ്റു പല സംഗതികളും അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഒരു ദൈവഭക്തൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ആ ഹെഡ് ഓഫ് ദ ഫാമിലി അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കൂടുതൽ പരിശ്രമിക്കുന്നത്. അതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാനായിട്ട്, ദുർവ്യാഖ്യാനം ചെയ്യാനും. ഇത് സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ഒന്നും അല്ല പറഞ്ഞേ, അയാൾക്ക് ഏതാണ്ട് പിന്നെ സ്വാർത്ഥതയുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കാൻ തക്കവണ്ണമുള്ള കൂട്ടുകാരും അതുപോലുള്ള വ്യക്തികളും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എത്രമാത്രം പ്രയാസകരമായ ഒരു അനുഭവമാണെന്നും പ്രാർത്ഥനാപൂർവവും പ്രായോഗികമായിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നിലനിന്ന് പോകാൻ തക്കവണ്ണം ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥനയോടെയും ജാഗ്രതയോടെയും നമ്മൾ ആയിരുന്നില്ലെങ്കിൽ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുക. കാരണം നമുക്കറിയാമല്ലോ, പണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഇവിടെ വല്ല പ്രശ്നം, ഒരു സിനിമ കാണാൻ പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോയി അല്ലെങ്കിൽ വേറെ, ഇതിപ്പോൾ കയ്യിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, അതിൽ ലോകത്ത് നടക്കുന്ന സകല പരിപാടിയും അതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായിട്ടുള്ള ഉപദേശങ്ങൾ അതിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെയും കൂടെ കവിയുന്ന ഒരു 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 കൂട്ടായ്മ ബന്ധത്തിനും സ്നേഹത്തിനും മാത്രമേ ഇതിനെയൊക്കെ ഓവർറൂൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പണ്ടത്തെ കാലമല്ല, പണ്ടത്തെ അനുഭവങ്ങളല്ല നമുക്കുള്ളത്. എത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അവിടെ പറഞ്ഞേക്കുകയാണ്, ഇത് വിവരിക്കാൻ പോയാൽ ഇത് തന്നെ വിവരിക്കാനേ ഇന്ന് സമയമുള്ളൂ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാകും വണ്ണം കീഴടങ്ങും. നമ്മുടെ വിവാഹ ശുശ്രൂഷകളൊക്കെ പലപ്പോഴും പോകുമ്പം പലതും ഡ്രൈയാണ്. കാരണം എനിക്ക് 40 വർഷം മുന്നേ ഞാൻ കേട്ട ചില പ്രസംഗങ്ങൾ തന്നെ ഇപ്പോഴും കേൾക്കുന്നത്, ഒരു മുപ്പിരിച്ചരടിൻ്റെ കാര്യവും അതും ഇതുമൊക്കെ പറയുന്നതെന്നല്ലാതെ പുതിയ നിലയിൽ പുതിയ തലമുറകളെ നേടാൻ തക്കവണ്ണവും അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ തക്കവണ്ണവുമുള്ള ഒരു രീതിയിലല്ല വിവാഹ ശുശ്രൂഷകൾ പറയുന്നത്. എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ഓർക്കുമ്പോൾ തങ്ങി നിൽക്കുന്ന 2 പ്രസംഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ഡോക്ടർ ഇടിച്ചെറിയാനായി ഞാൻ ഒരിക്കൽ 35 വർഷം മുന്നേ പ്രസംഗിച്ചൊരു പ്രസംഗം ഇന്നും എൻ്റെ മനസ്സിൽ വിവാഹവേദിയിൽ ഒരു മറക്കാനാവാത്ത ഒരു പ്രസംഗമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നത് സാജു മാത്യു, അദ്ദേഹത്തെ എൻ്റെ വിവാഹം നടക്കുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം രാവിലെ നോക്കുമ്പോൾ സാജു മാത്യു കടന്നു വരും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ICPF ഒരുമിച്ച് കുറേ നാളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനും വ്യക്തിപരമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ എൻ്റെ കല്യാണത്തിന് വിളിക്കാതെ തന്നെ അദ്ദേഹം കടന്നു വന്ന് പ്രസംഗിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ പ്രസംഗം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ നിലയിൽ വിവാഹത്തിൻ്റെ ആവശ്യവും വിവാഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ പറഞ്ഞ് അപൂർവം ചില അതുപോലുള്ള പ്രസംഗങ്ങളല്ലാതെ ബാക്കിയൊക്കെ പ്രോട്ടോടൈപ്പ് കാണുന്നു. അതുകൊണ്ട് ഇപ്പോൾ പ്രസംഗം തീരുമ്പോൾ കല്യാണത്തിന് പോകുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ. കാരണം പറയുന്നത് എന്താണെന്നുള്ളത് അറിയാമെന്നൊരു നിലയിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇത് അവിടെ പല കുടുംബങ്ങൾ കടന്നു വരുമെന്നും ആ കുടുംബ ജീവിതങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുള്ളതും പുറമേ അത് അവർ പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കാണും എന്നുള്ളത് ഒരു പരിശുദ്ധാത്മാവിൽ ഗ്രഹിച്ച് ആ രീതിയിലുള്ള ഒരു ആ ടെൻഷൻസ് റിലീവ് ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള രീതിയിൽ ഉള്ള ശുശ്രൂഷകൾ പലപ്പോഴും നടക്കുന്നില്ല. അവിടെ വായിക്കുകയാണ്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. വചനത്തിൽ നമ്മൾ വായിക്കുന്ന എഫേസ്യർ മക്കളോട് പറയുമ്പോൾ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ നിങ്ങൾ കർത്താവിൽ അനുസരിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവിനും അവൻ്റെ പഥ്യവചനത്തിനും എതിരായിട്ടുള്ള ഒരു നിലയിൽ ആ കാര്യങ്ങൾ പോകുന്നെങ്കിൽ അതിന് അനുകൂലിക്കുകയോ ഐക്യപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. കർത്താവിൽ ഉചിതമാകും വണ്ണം. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ ഒരു ഹയറാർക്കി പറഞ്ഞിട്ടുണ്ട്. എല്ലാറ്റിൻ്റെയും തല ക്രിസ്തു, അപ്പോൾ പുരുഷൻ്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ എന്നുള്ള നിലയിൽ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ പറയപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാനായിട്ട് കഴിയും. അപ്പം ഒരു അതോറിറ്റിയുടെ ഒരു ശ്രേണി എന്താണെന്നുള്ളത് അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏത് സ്ത്രീക്കും തല പുരുഷനും പുരുഷൻ്റെ തല ക്രിസ്തുവും ആണ് എന്നവിടെ വെളിപ്പെടുത്തിയേക്കുക. അപ്പം ദൈവിക അധികാരങ്ങൾ നമുക്കറിയാമല്ലോ. ഈ ദൈവം വെച്ചിരിക്കുന്ന ചില ഓർഡറുണ്ട്, കുടുംബത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ ദൈവം വെച്ചിരിക്കുന്ന ചില ഓർഡറുണ്ട്. ആ ഓർഡറിന് കീഴ്പ്പെടാതെ നമുക്കൊരിക്കലും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഞാനും എൻ്റെ ഭാര്യയും നമ്മളിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നമ്മളിലെല്ലാം തുല്യതയാണ് ഉള്ളത്. ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരേ വർഷം SLC പാസ്സായിട്ടുള്ള ആൾക്കാർ.
അതുപോലെ പ്രൊഫഷണലായിട്ടാണെങ്കിൽ എഞ്ചിനീയറേക്കാൾ ഒരു പടി മീതല ഡോക്ടർ എന്ന് പറയാം. എന്നാൽ തന്നെ ആ നിലയിൽ SLCക്ക് അവളേക്കാൾ ഒരു മാർക്ക് എനിക്ക് കൂടുതലുണ്ടെന്നുള്ള ഒരു വിഷയത്തിൽ മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ ആകെ പിടിവള്ളിയായിട്ട് ഉള്ളത്. വേറെ ഒരു കാര്യത്തിലും ഞങ്ങൾ തമ്മിലെല്ലാം തുല്യതയാണെന്ന് ഞങ്ങൾക്ക് പറയാം. എന്ത് കാര്യം കൊണ്ട് അവൾ എനിക്ക് കീഴടങ്ങണം? എന്തിനാ കീഴടങ്ങുന്നത്? ഞാനിങ്ങനെ ഉപദേശിയായിട്ട് പ്രസംഗം പരിപാടിയായിട്ടൊക്കെ നടക്കുന്നു. അപ്പോൾ വീട്ടിലൊരു ഏണിംഗ് മെമ്പറായിട്ട് അവൾ മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ പഠനം, പല കാര്യങ്ങൾ, ഇതിലെല്ലാം ആ ഒരു നിലയിൽ കൂടുതൽ ഉത്തരവാദിത്വം എടുക്കുന്ന വ്യക്തി എൻ്റെ പ്രിയ ഭാര്യയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള, എന്നാൽ ഇതൊന്നും പരസ്പര സമ്മതത്തോടെ ആലോചിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെടുത്ത തീരുമാനങ്ങളാണ് ഈ ദൈവവേലയുടെ കാര്യങ്ങളും ഇതെല്ലാം. അപ്പം തന്നെ ഞാൻ പറയുക, എന്ത് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ എന്ത് കാര്യത്തിൽ അവരെനിക്ക് കീഴടങ്ങണം? ഒരു കാര്യത്തിനും കീഴടങ്ങേണ്ട കാര്യമില്ല, ഒരു കാര്യത്തിനും കീഴടങ്ങേണ്ട കാര്യമില്ല. അപ്പം ഈ കീഴടങ്ങുക എന്ന് പറയുന്നത് സ്വയമേവ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ കീഴടക്കാൻ പാടില്ല. ഇന്ന് നമുക്കറിയാം, നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഭർത്താക്കന്മാരുടെ റോളെന്നുള്ള നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ള സ്വരത്തിൽ ആജ്ഞാപിച്ച് ഒരു രാജാവിനെ പോലെ കീഴടക്കി ആ കുടുംബം മുഴുവൻ വേണമെങ്കിൽ ഒരു സിംഹാസനം കൂടെ അവിടെ കൊണ്ടുവച്ചിട്ടിരുന്ന് ഇങ്ങനെ സർവാധികാരിയായിട്ടിരിക്കുന്ന ഒരു പിക്ചറാണ് പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്നത്. എന്നാൽ ഈ പരിപ്പൊന്നും ഇനി വേഗത്തില്ല എന്നുള്ളത് നമുക്കെല്ലാം വളരെ നന്നായിട്ടറിയാം. ഇനി ആരെങ്കിലും വേയിക്കാൻ നോക്കിയാൽ അത് അവരുടെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് മാത്രമേ എത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് കീഴടങ്ങുക എന്നാണ് പറഞ്ഞേക്കുന്നത്, കീഴടക്കുക എന്ന് പറഞ്ഞിട്ട് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കീഴടങ്ങെന്ന് പറഞ്ഞിട്ടുണ്ട്. മര്യാദയ്ക്ക് നീ കീഴടങ്ങിക്കണോ, ഇല്ലെങ്കിൽ ഞാൻ എന്താന്ന് പിന്നെ കാണിച്ചു തരാം എന്നൊന്നും പറഞ്ഞ് കീഴടക്കുന്ന ഒരു അനുഭവമല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പോൾ എന്നിട്ട് അവിടെ പറഞ്ഞേക്കാണ്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അപ്പം നമുക്കറിയാം, വചനത്തിൽ എഫേസ്യർ എന്ന ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വേണ്ടുവണ്ണം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ അത് അത്തരം സാഹചര്യത്തിൽ ഒരു കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലായ ഒരു ഭാര്യയ്ക്ക് അത് അവൾക്ക് എൻ്റെ ഭർത്താവിന് ഉള്ള ഗുണങ്ങൾ എന്താണെന്നും അദ്ദേഹത്തിനുള്ള നന്മ, ബലവും ബലഹീനതയും എന്താണെന്നും മനസ്സിലാക്കി കർത്താവിൽ ഉചിതമാകുവണ്ണം കീഴടങ്ങാനായിട്ട് ഒരു പ്രയാസവും ഉണ്ടാവത്തില്ല എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് സ്ത്രീ വിമോചനവും മോഡേണായിട്ടുള്ള പല പല ആശയങ്ങളും ഒക്കെ കടന്നു വന്നിരിക്കുക. എനിക്ക് തന്നെ അറിയാം, എനിക്കറിയാവുന്ന ഒരു ഭവനത്തിൽ അവർ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം 3-4 വർഷമായി. എന്നാൽ കുഞ്ഞുങ്ങൾ വേണ്ട, നമുക്ക് ദത്തെടുത്ത് വളർത്താം എന്നാണ് അവർ പറയുന്നത്. അത് ആ ന്യൂസുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്തുമാത്രം പ്രയാസം എനിക്കുണ്ട്. യാതൊരു സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ ഒന്നിനും ഒരു കുറവില്ല. അതേസമയം എനിക്ക് ഈ വേദനാജനകമായ ഈ അനുഭവം എനിക്ക് സഹിക്കാൻ വയ്യ. ഐ കാൺ ബി പ്രഗ്നൻ്റ് ആൻഡ് ഗീവ് ബർത്ത് ടു എ ബേബി എന്നുള്ളൊരു നിലയിൽ നിലപാടെടുത്തിരിക്കുന്ന ആ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ത്രീ കൂട്ടായ്മകൾ തന്നെ ഇന്നുണ്ട്. നമ്മളങ്ങനെ ആരുടെ അടിമയൊന്നുമല്ല, നമുക്ക് പ്രസവിക്കാനൊന്നും വയ്യ, നമുക്ക് ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള നിലയിൽ കുടുംബ ബന്ധങ്ങളുടെ ഒരു കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവത്തിലുള്ള ചിന്തകൾ വ്യാപരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. കുടുംബ ബന്ധത്തിൻ്റെ പവിത്രമായിട്ട് കരുതിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ അതിർവരമ്പുകളും അതിൻ്റെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളെ തന്നെ ഇളക്കി മാറ്റാനാണ് പുതിയ ചിന്തകൾ കൊണ്ട് ശ്രമിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന 2 വ്യക്തികൾക്ക് തമ്മിൽ ആ ഭാര്യയ്ക്ക് കർത്താവിൽ ഉചിതമാകുവണ്ണം കീഴടങ്ങാനും സാധിക്കും, ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാനും കരുതാനും സാധിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ വളരെ രോഗം പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും എൻ്റെ ഭവനത്തിലിരുന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അത് വലിയൊരു പോരാട്ടമാണ്. അപ്പം ഉച്ചയ്ക്ക് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവൾ വന്ന് അവളും കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ എനിക്ക് ഭവനത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് വലിയൊരു, ഞാനിത് ഓരോ അനുഭവങ്ങൾ പറയുക, അല്ലാതെ വേറൊന്നും പറയുകയല്ല. കാരണം ആ നിലയിൽ, എന്നാൽ പൊതുവേ നോക്കിയാൽ ഞാൻ കുറച്ച് റഫായിട്ട് സംസാരിക്കുന്ന ആളും കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വലിയ ഡിപ്ലോമസി ഒന്നും ഇല്ലാതെ തുറന്നു പറയുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഇങ്ങനെ പറഞ്ഞിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സ്നേഹിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഇപ്പം വന്നേക്കുന്നത്. ഒരു ദിവസം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ തന്നെ അത് എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആകണം എന്നല്ല പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അഭിനയിക്കുന്നത് പോലെ ഹണി യു കം ഹിയർ എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്.
എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമില്ലെന്ന് പൊള്ളയായ ഹൃദയം വെച്ചിട്ടാണ് ഈ പറയുന്നതെന്നും നമുക്കറിയാൻ കഴിയും. എന്നാൽ ഒരുമിച്ച് താമസിക്കുന്ന രണ്ടു പേർക്ക് അത്തരം അഭിനയങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനം അവർക്ക് ഉണ്ടാവത്തില്ല എന്നുള്ളതും, ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ സ്നേഹം സെൻസ് ചെയ്തറിയാനായിട്ട് ഈ അഭിനയങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതും നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യം. കുടുംബത്തെ പറ്റി തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് വേറൊരു സമയത്ത് ഈ കുടുംബ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഫുൾ സെഷൻ തന്നെ നമ്മൾ വെച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു 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 ഏരിയ ഇത് എന്ന് ഞാൻ പറയാനായിട്ട് ആക്കി. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലും എനിക്ക് തോന്നുന്നത് ബിജോ ബ്രദറിന് 3 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് 4 പേരുണ്ട്. അബ്രഹാം പാസ്റ്ററിന് 2 പേര് ആണെന്ന് എനിക്ക് സംശയമുണ്ട്, എനിക്കറിയത്തില്ല. അദ്ദേഹം 2 പേരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഈ കുഞ്ഞുങ്ങളെ വളർത്തി പല അനുഭവങ്ങൾ പഠിച്ച് എത്ര പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള വാക്കുകൾ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാലും ഒരു പേരൻ്റ് ആകുമ്പോഴാണ് ശരിക്ക് ഈ പേരൻറ്റിങ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മക്കളോടാണെങ്കിലും തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറയും. അന്നേരം ഒന്നും സൈക്കോളജിയും ഇതൊക്കെ ഒന്നും ഇതാക്കാറില്ല, വെച്ചതൊന്നും പറയാറില്ല. എന്നാൽ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഈ സംസാരിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഒരു നാടകം അവരുടെ മുന്നിൽ കളിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. കോപിച്ച് ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കോപിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഇപ്പോഴും പറയാറുണ്ട്. വളരെ പ്രാധാന്യത്തോടെ അവരെ ശാസിക്കേണ്ട ചില സാഹചര്യങ്ങളിൽ അത്തരം സാഹചര്യങ്ങളിൽ ശാസിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം പല മാതാപിതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ കുറ്റം പറയുമ്പോൾ വാചാലമായിട്ട് പറയും, എന്നാൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ കുറ്റം കാണാതെ അയ്യോ എൻ്റെ മോനോ വളരെ നല്ലവനാണ് എന്ന് പൊതുവെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് കുഞ്ഞുങ്ങളുടെ കുറ്റം പരസ്യമായിട്ട് വിളിച്ചു പറയണമെന്നുമല്ല ഞാൻ പറയുന്നത്. അതേസമയം ഒരു പരിധിയിൽ കൂടുതൽ അവൻ്റെ ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ചും പാളിച്ചകളെക്കുറിച്ചും നമുക്ക് അറിവുണ്ടായിരിക്കെ അവൻ ഭയങ്കര ആളാണ് എന്നുള്ള നിലയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ശ്രേഷ്ഠത ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ് തിരുത്തേണ്ട സമയത്ത് അവനെ തിരുത്തുന്നത് തന്നെയാണ്. അല്ലാതെ അവൻ കൊള്ളരുതായ്മ കാണിക്കുമ്പം അതും ശ്രേഷ്ഠതയാണെന്ന് പറയുകയും മക്കളോടുള്ള സ്നേഹം കൊണ്ട് കണ്ണും മങ്ങിപ്പോകാനും ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ ഇടയായിട്ട് തീരരുത്. സൈക്കോളജിയൊക്കെ നല്ലതാ, പോസിറ്റീവ് മെൻറ്റാലിറ്റി നല്ലതാ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും നല്ലതാണ്, ഇതൊക്കെ നല്ലതാണ്. അതിനെല്ലാം ഒരു പരിധിയുണ്ട്. അല്ലാതെ വെറുതെ അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ദുഃഖകരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. മകൻ എന്ത് വികൃതി ചെയ്താലും ചിരിക്കുകയും, ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അല്ല ബ്രദറെ എന്താ ഇങ്ങനെ, അതൊക്കെ ശരിയാകും ബ്രദറെ എന്ന് പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോവുകയും ഈ പറയുന്ന മകന് ഒരു വിവാഹാലോചന ഉണ്ടാവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, മകനിപ്പോൾ ഒരു ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം പറഞ്ഞ് വിവാഹം ഏകദേശം ഉറച്ച അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇവൻ പറയുന്നത് ഇനിയും എൻജിനീയറിങ്ങിൻ്റെ 22 പേപ്പറും കൂടെ അവൻ എഴുതിയെടുക്കാനുണ്ടെന്ന്. ഏകദേശം ഉറച്ചു എന്ന് വന്ന ഞങ്ങളൊക്കെ അടുത്തറിയുന്ന വ്യക്തികളാണ്. എന്നാൽ ഈ മകനോട് ഏതാണെന്ന് ചോദിക്കാത്ത ഒരു നിലയിൽ അതിനേക്കാളും ഭീകരമായ അനുഭവങ്ങൾ ഉണ്ടായത് നമുക്കറിയാം. അത് ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയില്ല. അപ്പോൾ എന്തിനെ അങ്ങ് നീതീകരിക്കുക, എൻ്റെ മോനായതുകൊണ്ട് അവനൊരു തെറ്റും ചെയ്യത്തില്ല എന്നുള്ള ഒരു അന്ധമായ ധാരണയിലും അബദ്ധത്തിലും ഒരു ദൈവമക്കൾ പോകാൻ ഇടയായി തീരാതെ. അപ്പോൾ ഈ മകൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് അവനോട് ആഴ്ചയ്ക്ക് ഒരിക്കൽ പോലും മാസത്തിൽ ഒരിക്കൽ പോലും അവനോട് ചോദിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാത്തത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്. ഒരു വിവാഹം രഹസ്യമായിട്ട് കഴിച്ചിട്ട് രണ്ടാമത് പിന്നെയും പോയി മക്കളെ വിവാഹം കഴിച്ചിട്ടുള്ള കേസുകളും നമുക്കറിയാം. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് ദൈവദാസന്മാർക്കത് സംഭവിക്കുന്നത്? അവരുടെ മക്കളാണെന്ന് പുകഴ്ത്തുന്നുണ്ടെങ്കിലും ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദെയർ ലൈഫ്സ് എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അതാ അതിൻ്റെ പ്രശ്നം. അല്ലാതെ അവരെ അറിഞ്ഞുകൊണ്ട് അതൊന്നും ചെയ്തെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുക. അത്ര വിശ്വസ്തരായ ദൈവഭക്തന്മാരാ, അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്നാൽ ആക്ച്വലി മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനോ അറിയാനോ ശ്രമിക്കാതെ, അവരോട് കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാതെ. കാരണം ഒരു മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് മക്കളോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താ? അവരോടുകൂടെ അർത്ഥവത്തായ സമയം ചെലവഴിക്കുക. കൂട്ടായ്മയാണ്. ഭാര്യയോടാകട്ടെ കുഞ്ഞുങ്ങളോടാകട്ടെ കൂട്ടായ്മ. ഞാൻ വിവാഹത്തിനായി മക്കളെ ഉണ്ടാകുന്നതിന് മുന്നേ എൻ്റെ ഭാര്യ ജോൺ വെസ്ലി എന്ന് പറയുന്ന ദൈവഭക്തൻ്റെ അമ്മയുടെ ജീവചരിത്രം വായിച്ചിട്ട് എന്നെ വളരെ കണ്ണ് ഉരുട്ടി എന്നെ പ്രബോധിപ്പിച്ചായിരുന്നു. കാരണം 16 മക്കളെങ്ങാണ്ട് ആ ഭാഗ്യവതിയായ അമ്മയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ ഒരാഴ്ചയിൽ ഓരോ സമയത്തും ഒരാഴ്ചയിൽ ഒരു ഫിക്സഡ് ടൈം ഓരോ മക്കളോടുകൂടെയും
പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ ഉള്ള 16 മക്കളും ദൈവത്തെ അറിയാനാണ്. 16 ആണ് നമ്പർ ഓർക്കുന്നത്, 8 എന്ന് എനിക്കറിയത്തില്ല. ഈ 16 മക്കളും ദൈവത്തെ അറിയാനും ദൈവ വഴികളിൽ ആയിത്തീരാനും ഇടയായിട്ട് തീർന്നു. കുടുംബ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്താറില്ല, അല്ലെങ്കിൽ അത്തരമുള്ള കൂട്ടായ്മകൾക്ക് മുടക്കം വരുത്താറില്ല, ദൈവവചനം കുഞ്ഞുങ്ങളെ കേൾപ്പിക്കാനുള്ള അവസരങ്ങൾക്ക് മുടക്കം വരുത്താറില്ല. നമുക്ക് നമ്മുടെ മക്കൾക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ? ദൈവവചനം കേട്ട് അവർ മാനസാന്തരം ഇൻഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അത് ഒരുപക്ഷെ നമ്മൾ എത്ര ഭക്തരാണെങ്കിലും ആദാമ്യമായ നമ്മുടെ സ്വഭാവത്തിലാണ് നമ്മുടെ മക്കൾ ജനിക്കുന്നത്. അവരല്ല ഇന്ന സമയത്തിനുള്ളിൽ ഇന്നതുപോലെ അവർ രൂപാന്തരപ്പെട്ടോളൂ എന്നൊന്നും നമുക്ക് ഗ്യാരണ്ടി പറയാനൊന്നും പറ്റത്തില്ല. എന്നാൽ അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് ദൈവവചനം കേൾക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അവരിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അവരിൽ രൂപാന്തരം ഉണ്ടാകാനായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനുമാണ് നമുക്ക് കഴിയുന്നത്. എന്ന് മാത്രമല്ല, അതാണ് ജീവിതത്തിലെ പ്രാധാന്യമുള്ള കാര്യം എന്നുള്ളത് മറ്റുള്ള ഇഷ്യൂസിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാനും അങ്ങനെ നിലപാടെടുക്കാനുമായിട്ട് നമുക്ക് കഴിയും. മോനെ, ഈ ഡിഗ്രിയോ ഈ ലോകത്തിൽ കാണുന്ന എന്തെങ്കിലും കാര്യങ്ങളൊന്നുമല്ല മോനെ വലുത്. ദൈവവൈതലായിട്ട് നീ തീർന്നില്ലെങ്കിൽ നിനക്കുള്ളതെല്ലാം വേസ്റ്റാണ് മോനെ എന്ന് പറയാനുള്ള യാഥാർത്ഥ്യം പറയാനുള്ള ഒരു സംഗതിയും കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുക. ഞാനിങ്ങനെ വാചാലമായിട്ട് പറഞ്ഞു പോയി. ബിജോ ബ്രദറിൻ്റെ 10 മിനിറ്റും കൂടെ ഞാൻ എടുത്തു നോക്കിയാട്ടെ. നമുക്ക് ഈ ദിവസങ്ങളിൽ എന്ന് മാത്രമല്ല, അവരെ കോപിപ്പിക്കാതെ നമ്മൾ ഉള്ള കാര്യം തുറന്നു പറയുന്ന ഒക്കെ ശരിയാണ്. എന്നാ മോനെ, അപ്പ പറഞ്ഞ് തെറ്റിപ്പോയി മോനെ, ക്ഷമിക്കും മോനെ, എൻ്റെ മോനെ ക്ഷമിക്കും മോനെ, മോനെ തെറ്റിദ്ധരിക്കാതെ മോനെ, ഇന്നതായിരുന്നു മോനെ കാര്യം. എൻ്റെ മക്കളെല്ലാം പ്രായമായി 26 വയസ്സ്, 24 വയസ്സ്, 22 വയസ്സ്, എല്ലാവരും നല്ല മസിലും ഒക്കെ വെച്ച് നല്ല ശരീരമൊക്കെ ആയിട്ട് നല്ല എന്നേക്കാൾ വലുതാണ് എൻ്റെ 3 ആൺമക്കളും, എൻ്റെ മോളും അതുപോലെ തന്നെ. അപ്പം ഇവരോടൊക്കെ ഇനി തല്ലിപ്പറയിപ്പിക്കാൻ പറ്റുമോ? എന്നാലും തല്ലിപ്പറയിപ്പിക്കാനോ അല്ലെങ്കിൽ സമ്മതിപ്പിക്കാനോ പറ്റുകയില്ല എന്ന് വെച്ചാൽ ഞാൻ അവരെ വിട്ടിട്ടില്ല. അവരോടുള്ള ആശയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കട്ട് ഓഫ് ചെയ്യാൻ ഇടയായി തീരാതെ അവർ ഏത് നിലവാരത്തിലുണ്ടോ അവരെ ആ നിലയിൽ ബോധ്യം വരുത്താനായിട്ട് കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. ക്രിസ്തുവിൽ പ്രാർത്ഥനയോടുകൂടെ അവർക്ക് ഈ കാഴ്ചപ്പാട് ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക. അതുതന്നെ ആ ദൈവസന്നിധിയിൽ അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുക. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഉണ്ടാകുമ്പോൾ അത് കുറവ് തന്നെയാണ് മക്കളെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഇതാ നിങ്ങൾ അനുവർത്തിക്കേണ്ടത് എന്ന് അവർക്ക് മാതൃകയാകുക. അവരോട് സോറി പറയേണ്ട സാഹചര്യങ്ങളിൽ സോറി പറയുക. ഡു നോട്ട് എംബിറ്റർ യുവർ ചിൽഡ്രൻ എന്ന് എഴുതിയേക്കുന്നത്. അവരോട് അവരെ കോപിപ്പിക്കരുത്, പ്രകോപിപ്പിക്കരുത്, കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ. കാരണം ന്യായമായ കാര്യത്തിന് ഞാൻ അന്യായമായിട്ടുള്ള ഒരു സ്റ്റെപ്പായി എടുക്കുന്നതെന്ന് എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ തോന്നിയാൽ പിന്നെ എനിക്കെന്ത് വിലയാണ് അവരുടെ മനസ്സിലുള്ളത്? ഞാൻ കാണിക്കുന്ന ഒരു ഹിപ്പോക്രസിയാണെന്ന് അവരുടെ മനസ്സ് വിലയിരുത്തുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ കളിച്ചിട്ടും എന്താ കാര്യം? തൽക്കാലം ഒരുപക്ഷെ എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി അവർ ഇന്ന് സമ്മതിച്ചേക്കാം, നാളെ എന്നാൽ അത് 10 മടങ്ങായിട്ട് അത് തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അവർ തന്നെ ചോദിക്കും, യു ആർ എ ഹിപ്പോക്രൈറ്റ് ആൻഡ് യു ഹാവ് നോ റൈറ്റ് ടു സ്പീക്ക് എന്ന് അവർ നമ്മുടെ മുഖത്ത് നോക്കി നാളെ പറയുന്ന അനുഭവം വരും. അതുകൊണ്ട് നമുക്ക് ഞാൻ 2 കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാനുമായിട്ട് ആഗ്രഹിക്കുന്നില്ല. ബിജോ ബ്രദർ വേണം കുറച്ച് ആത്മാവിനെ നടത്തിപ്പോലും ഇച്ചിരി എക്സ്ട്രാ ടൈം എടുത്താലും വിരോധമില്ല. കാരണം അത്ര പ്രാധാന്യമുള്ളൊരു ദൈവവചന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ, വിശേഷാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ആരോഗ്യകരമായിട്ടുള്ളൊരു പരിവർത്തനവും രൂപാന്തരവും കാണാനും നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാനും നമുക്ക് ഈ ദിവസങ്ങൾ ഇടയായിട്ട് തീരട്ടെ. അതിനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.